ആ ആദ്യത്തെ ഹസ്ബൻഡ് ഗൾഫിൽ അറ്റാക്ക് വന്ന് മരിച്ചതല്ലേ? അതെ, വേറെ സയന്റിസ്റ്റ് സംഭവം പറയുന്നത് ദുബായില് ഇതൊക്കെ ഇതിന് വേണ്ടി പഠിച്ച് ഡീറ്റെയിൽസ് ചെയ്താണ് ദുബായി. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഷാജിദ ഷാജി താത്ത പണി ഇങ്ങനെ അരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഷഫീന താത്തേന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷഫീന താത്താന് കുറേ ഭർത്താക്കന്മാരുണ്ട്. 3 ഭർത്താക്കന്മാരുണ്ട്. സ്വഭാവം ശരിയില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഏതോ ഒരു ചെങ്ങായി ഷാജിയെ വിളിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള അറിവ് ഇൻകംപ്ലീറ്റ് ആണ്, അപൂർണമായ അറിവാണ്, കുറച്ചുകൂടി അടിപൊളി അറിവ് നിങ്ങൾക്ക് തരാം. 3 ഭർത്താക്കന്മാരാണുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവം നോക്കാം. എന്നിട്ട് ഷഫീന താനെ എന്താ പറയുക, നല്ലൊരു പണി കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷാജിയത്ത നമുക്ക് ഷഫീനത്താനെ അറിയുന്നതാണ്. ഷഫീനത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ തേച്ചൊട്ടിക്കുന്ന അല്ലേ, നല്ല തിരിച്ച് കൗണ്ടർ കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ഇതിങ്ങനെ മൂത്ത് വരികയാണ്, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടിപ്പെട്ടി തെറിവിളി രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഇതിൽ ഈ ഇൻഫോർമർ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് നോക്കാം. ഓക്കെ, ആളല്ലേ? ഹലോ, ആരാണ്? ആരാണ്? 5 മിനിറ്റാണ്, ഞാൻ സൗദിയിൽ നിന്ന് വിളിക്കുകയാണ്. മറ്റേ അല്ല, എന്താ കാര്യം? അത് ഇതൊന്നും അല്ല സത്യം, ഇതിനേക്കാളും കൂടുതലാണ്. അവര് മഹാപേഴയാണ്. നിങ്ങൾ ഫിജോസ് ഡയറി എന്ന് പറയുന്ന അവരെ വിളിച്ച ഫുൾ ഡീറ്റെയിൽസ് ഫിജോസ് ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്, ഫിജോസ് അവര് വിളിച്ചിട്ട് മൂന്നാമത്തെ ഒരു 2 അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ആളിങ്ങനെ പറയുകയാണ് സിജോസ് ഡയറി അങ്ങനെ യൂട്യൂബ് ചാനൽ, അതിലെ ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയും. എന്തറിയാൻ ഷഫീനത്താൻ്റെ ഒരാൾക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് സംഭവം ഇവിടെ. അതാ ന്യൂസ് ഇൻഫോർമേഷൻ കൊടുക്കുന്ന ചെങ്ങായിട്ട് ഒരു എന്താണ് ആളുടെ ഒരു ശുഷ്കാന്തി. ആൾ പറയണത് കുട്ടികളെ കുറിച്ചിട്ട് അയ്മ അങ്ങനെ ഷഫീന അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഇൻഫർമേഷൻ കൊടുക്കുന്നത്. പിന്നെ ഇത് വേറൊരു കാര്യമുണ്ട്, അപ്പോൾ മതത്തിനെതിരെ സംസാരിക്കണം അവർ, അതുകൊണ്ട് കൂടിയാണ് ഇൻഫർമേഷൻ തരുന്നതെന്നൊക്കെ പറയുന്നത്. എന്തായിക്കോട്ടെ, ഇവിടെ സംഭവം എന്താണ്, ഇവിടെ ഇത് ഫുള്ള് പൊളിച്ച രീതിയിൽ പല്ലിക്കുത്തി ദാറ്റിക്കാതൊക്കെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ആളുകൾ പരസ്പരം. ഒരു കാര്യം ഷാജിദത്താരോട് ഞാൻ യൂട്യൂബ് ഷാജിദ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം അറിയേണ്ട കാര്യം തരെ. ഷഫീനാത്തവർ കളിച്ചിട്ടുണ്ടെങ്കിൽ കളി മാറും. ഷഫീനാത്താർ കൃത്യമായിട്ട് മറുപടി കൊടുക്കാനും അറിയാം. പിന്നെ ആകെ കരഞ്ഞ് വേളം വെച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. എന്തായാലും പെണ്ണുങ്ങൾ തമ്മിലുള്ള യുദ്ധം തുടങ്ങിയെന്നല്ല, അത് തീവ്രമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ ഇത് കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ, നമ്മളെയും കാണും. ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ ആകെ പ്രാധാന്യമായിട്ടിരിക്കുന്ന സമയത്ത് ഇത് കാണാനൊക്കെ രസമാണ്. പക്ഷേ അത് എന്താ കാര്യം വെച്ചാൽ ഏറ്റവും അവസാനം കരഞ്ഞ് വേളം വെച്ചിട്ട് ആരും വരരുത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു വയലൻ മൂഡിലാവും, അപ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല അത് കാണാൻ. മറ്റവൾക്ക് മറ്റേ കാമം കണ്ടായിരുന്നു, അവൻ്റെ കൂടെ പോയി അവൻ്റെ കൂടെ മറ്റേ ഹോട്ടൽ റൂമിൽ നിന്ന് കണ്ടു, അത് ചെയ്തു ഇങ്ങനെ ചെയ്തു മറ്റേ ചെയ്തു അത് ചെയ്തില്ലടേ ഇത് പറഞ്ഞിട്ട് പിന്നെ തെറിവിളി. ഇതൊക്കെയാണ് ഇതിൻ്റെ പൊതുവെ ഒരു ട്രെൻഡ്. ആദ്യത്തെ മോന് ഒരു തമിഴ്നാട്ടിലുള്ള ഭർത്താവിനുള്ളതാണ്, രണ്ടാമത്തെ ഒരു ബംഗാളിയിലുള്ളതാണ്. അല്ല, അതിന് പോകാൻ എന്താണ് ഈ ചെങ്ങായിക്ക് എന്താണ് ആ ഒരു കാര്യമായിട്ടും ക്യാമ്പസ് റിസർച്ച് ആൻഡ് ചെയ്യുന്നതാണ് ആ പൈ. മൂന്നാമത്തെ 3 മക്കളാ? എത്ര മക്കള്? 2 മക്കളല്ലേ? 2 മക്കള്. ഒന്ന് തമിഴ്നാട്ടിൽ ആദ്യം കല്യാണം. ആദ്യത്തെ ഹസ്ബൻഡ് ഗൾഫിൽ അറ്റാക്ക് വന്ന് മരിച്ചതല്ലേ? അതെ, വേറെ സയന്റിസ്റ്റ് സംഭവം പറയുന്നത് ദുബായില് ഇതൊക്കെ ഈ പെണ്ണുങ്ങൾ യൂട്യൂബ് ചാനൽ വന്നിട്ട് അവരുടെ പേഴ്സണലായ വിഷയങ്ങൾ, ഇന്ന് കറി വെച്ചത് മറ്റേ കറി തന്നില്ല, മറ്റേ ആൾ അത് ചെയ്തു മറ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, നമുക്ക് യൂട്യൂബിൽ എന്തും പോസ്റ്റ് ചെയ്യാനുള്ള നമുക്ക് സ്വാതന്ത്ര്യം, എന്തെന്നല്ല പോസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നിരിക്കെ തന്നെ
അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുറമെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടമാതിരി എറിയണ പോലുള്ള ഈ പരിപാടി എന്ന് പറയുമ്പോഴേ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇത് നല്ലൊരു കണ്ടൻറ്റാണ് കേട്ടോ സാധനം. മറ്റാൾ ചീത്ത വിളിച്ച് മറ്റാൾക്ക് അവിഹിതം അത് ഇത് ഒരുത്തൻ പോയപ്പോഴേക്ക് മറ്റൊരുത്തൻ്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റും. ഇതൊരു ബിസിനസ് തന്ത്രമാണോ എന്നൊരു സംശയമുണ്ട്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടുള്ള കളിയാണത്. ഇങ്ങനെ പെടുകൾ തമ്മിൽ അറിഞ്ഞിട്ടുള്ള കളിയാണത്. ഇത് അങ്ങനെ മൂത്ത് സംഭവങ്ങൾ വരിക, അത് ഈ പ്രശ്നങ്ങൾ മൂത്ത് വരട്ടെ, അത് കാണാൻ ആളുകളുണ്ട് എന്നാണ്. എന്താ ഇവർ ലൈവിലൊക്കെ എത്ര ആൾക്കാരാണെന്നറിയോ? എത്ര ആൾക്കാർ നമ്മളൊക്കെ ലൈവ് ഇട്ടാൽ അവർ പട്ടിച്ചാത്തിന് തിരിഞ്ഞു നോക്കൂല. നമ്മൾ അവിഹിത കഥകളായിട്ട് വന്നാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. നല്ല രസമായിരിക്കും അത്. എൻ്റെ അവിഹിതമല്ല കേട്ടോ, അതല്ല ഞാൻ പറഞ്ഞു തരണത്. എന്തായാലും നല്ല മാർക്കറ്റാണ്. ഇവര് ദുബായിലായിരുന്നു അപ്പം ബംഗാളിയെ കല്യാണം കഴിഞ്ഞു. അതിലാണ് രണ്ടാമത്തെ മകൻ പാവം. പാവം ഇത് സംഗതി ഇവർ ഒരാളുടെ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറഞ്ഞ സ്ഥലം, ഒരാളുടെ ക്യാരക്ടർ ആൾ മോശമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് പറയണ ആളുകൾ ഡീസൻ്റ് ആണോ എന്നാണ് എൻ്റെ ഒരു സംശയം. പിന്നെ ഒരാൾ മോശമാണ്, അയാൾ മറ്റവൻ്റെ കൂടെ പോയോ മറ്റവളുടെ കൂടെ പോയോ എന്നൊക്കെ ഇതിനകത്ത് ആളുകൾ നോക്കണത് എൻ്റെ ഒരു സംശയം. ഇതിപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണ്? ഇവർ പ്രായപൂർത്തിയായ ആളുകൾ പറയുമ്പോൾ അവർ ആരുടെ കൂടെ പോകണം, എങ്ങനെ ജീവിക്കണമെന്നുള്ള അവരുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് വേറെ ആൾക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെന്താ പ്രശ്നം? അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ചളി വാരി തീക്കുക, ഒരാളെ തീട്ടം വാരി എറിയുക, എന്നാൽ കിട്ടണ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇത് കാണാൻ ഭയങ്കര ജിജ്ഞാസുള്ള എന്നെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി. പിന്നെ കുറേ പറയുന്നുണ്ട് ഇതിൽ ഷഫീനാത്താനും അവർക്ക് എന്താ കാലിനെന്തോ പ്രശ്നമുണ്ട് പറയുന്നത്, അത് വെറും ഫേക്കാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ആക്ടിങ് ആണ് എന്നൊക്കെ പറയും. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല കേട്ടോ. എന്താ ഇപ്പോൾ ഇത് ഒരാൾക്കൊരു വെയ്യാണ്ടൊക്കെ ആകുമ്പോൾ അതിനൊക്കെ എങ്ങനെ തരംതാഴ്ത്തുക എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു വിഷയം ഉണ്ടല്ലോ. ഏതോ ഒരു ഊള ചെങ്ങായിയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അയ്യോ, ഡിറ്റക്റ്റീവ് സ്പിരിറ്റോട് കൂടിയിട്ടാണ് ഓരോരുത്തരും ഓരോ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുന്നത്. എന്തായാലും അതായിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ കാട് കേട്ടിരുന്നിട്ട് നല്ല രസമാണ്. എന്തെങ്കിലും നാട്ടിൽ മഴ ഉണ്ടോ? എന്താ ഇപ്പോൾ അവിടുത്തേക്കൊരു അവസ്ഥ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇവിടെ പാടം മൊത്തം വെള്ളമൊക്കെ നിറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇത് റോഡ് എവിടെ നിൽക്കുകയാണ് ഞാൻ വലിയവർ തമ്മിൽ തീർക്കട്ടെ, കുഞ്ഞുങ്ങളെ ഈ ഫിജോസ് ഡയറി ഫിജോയുടെ അവിടെ വീട്ടിൽ 9 ദിവസം പോയി കാല് വയ്യെന്നും പറഞ്ഞ് പോയി താമസിച്ചിട്ട് അവൾക്ക് കാല് വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ ശരിയായി വന്നത്. ഇപ്പൊ നാടകമാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുമ്പോ പെട്ടെന്ന് വയ്യാതാവും കാല്. അല്ലെങ്കിൽ വയ്യാതായി മോൻ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ നിങ്ങളുടെ പറയാൻ എനിക്ക് തോന്നുന്നില്ല. ലജ്ജ വന്നത് മോന്റെ അടുത്തിലാണെങ്കിൽ പിന്നും പറഞ്ഞത്. മോനുമായിട്ട് കാറിട്ടാണ് അനാവശ്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. മോനുമായിട്ട് അതിതൊന്നും അല്ല. നിങ്ങൾ ഇപ്പം വേറെ ഒരുപാട് പ്രശ്നമുണ്ട്. ഫിജോസ് ഡയറി എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അവര് എതിരെ യൂട്യൂബില് അവർക്കെതിരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഈ വോയിസ് എന്തായാലും താത്താങ്ങൾ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. കുറേ ഇൻഫർമേഷൻ കിട്ടിയില്ലേ? ഇത് ആളുകൾക്ക് ഇനി ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പങ്കുവെക്കണം. ഞങ്ങൾക്ക് ഇതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഓക്കെ, ബൈ സീ യു. അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിലുള്ള അടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ണം തുറച്ച് കാത്തിരിക്കുന്നു ഗൈസ്. ബൈ.